പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ആലപ്പുഴ IMS ധ്യാന കേന്ദ്രത്തിലേക്ക് പണ്ട് മുതലൊരു സെൻ്ററാണ്. ഇവിടെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, അതായത് ശരിക്കും കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്നതിനെ കുറിച്ചിട്ട് സങ്കീർത്തന പുസ്തകം 85:8 വചനം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അതൊരു തീരുമാനമാണ് അല്ലേ? അതായത് കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ സഹോദരങ്ങളെ? തീരുമാനത്തിലേക്ക് പോകുന്ന വ്യക്തിയുടെ പ്രത്യേകത, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. അതായത് കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് കേൾക്കുന്നവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകും. മല പോലെ പ്രശ്നങ്ങൾ അവൻ്റെ നേരെ വന്നാലും അവൻ തളരുകയില്ല, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. അതിൻ്റെ കാരണമാണ് പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ നിരന്തരം ശ്രവിക്കാനായിട്ടുള്ള ദാഹം. ഇവിടെ ഇന്ന് ഞാൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് വന്നപ്പോൾ നമ്മുടെ ജസ്റ്റിൻ ബ്രദറുടെ നേതൃത്വത്തിലാണ് 180ഓളം പേര് ഈ ശുശ്രൂഷയ്ക്കായിട്ട് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്നാണ് അവർ ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ കണ്ടൊരു കാര്യം പ്രിയ സഹോദരങ്ങളെ, ചിലർക്ക് 50-60 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ആലപ്പുഴയിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്നൊക്കെ അവർ ശരിക്കും ഒരു ത്യാഗെടുത്ത് വന്നതുകൊണ്ട് തന്നെ ഇന്നലെ അച്ഛൻ്റെ ആ ബലിയർപ്പണത്തിലും അതുപോലെ വചന ശുശ്രൂഷയിലൊക്കെ പ്രകടമായ വിധത്തിൽ പരിശുദ്ധാത്മാവയുടെ എത്രമാത്രം വില കൊടുത്തോ, ഒരു ഈശോയുടെ വചനം കേൾക്കാനായിട്ട് നീ എത്രമാത്രം നീ വില കൊടുത്തിട്ടുണ്ടോ അത്രമാത്രം അനോയിൻറ്റിങ് ഈശോ അവിടെ വർഷിക്കും. ചിലപ്പോഴെങ്കിലും നമ്മളിത് വേണ്ട വിധത്തിൽ ആഗ്രഹിക്കാതെ നമ്മളൊരു യാന്ത്രികമായിട്ടൊക്കെ ഇടവപ്പള്ളിയിൽ കർത്താവിൻ്റെ ബലിയർപ്പിക്കാനും ശുശ്രൂഷയ്ക്ക് പോകുന്നതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ ചിലപ്പോഴെങ്കിലും യേശു അനുഭവം നമുക്കില്ലാത്തത്. അതുകൊണ്ട് ഇന്ന് ആശീർവാദ വേളയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നോക്കിയേ, ഇന്ന് ശനിയാഴ്ച, നാളെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. ത്രിത്വം എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് കൂട്ടായ്മയുടെ ഏറ്റവും ഉദാർത്ഥ മാതൃകയാണ് ത്രിത്വം. നാളത്തെ നേരത്തെ തന്നെ, ഞായറാഴ്ച നേരത്തെ തന്നെ വന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി നന്നായിട്ട് ഈ ഒരു ആഗ്രഹത്തോടു കൂടി കർത്താവിനെ ശ്രമിക്കാനുള്ള, കർത്താവിൻ്റെ ബലിയർപ്പിക്കാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് നാളത്തെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാം. ഇന്ന് അതിനായിട്ട് ഒരു 4 ജപമാലയൊക്കെ ചൊല്ലി മാതാവിൻ്റെ ദിവസമല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.